1169 ദിവസങ്ങൾ. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആകെ ആയുസ്സിനെ പോലും വെല്ലുവിളിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരമായ നാളുകളിലേക്ക് നീങ്ങുന്ന റഷ്യ യുക്രൈൻ മഹാസംഘർഷം. 2022 സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പടിഞ്ഞാറൻ ബുദ്ധിജീവികൾ ഒന്ന് പ്രവചിച്ചു. കഥ കഴിഞ്ഞു. എന്നാൽ പ്രവചനങ്ങളുടെ തമ്പുരാക്കന്മാരെ നാണം കെടുത്തിക്കൊണ്ട് 2026 ജൂൺ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ റഷ്യൻ യുദ്ധക്കപ്പൽ അലറി വിളിക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ ആയുസ് ഇപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ ഗതി നിർണയിച്ച 1914 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആകെ നാളുകളെ പോലും മറികടന്നിരിക്കുകയാണ്. സർവേകൾ പ്രകാരം പകുതിയോളം യുക്രൈനിയൻ ജനതയും വിശ്വസിച്ചത് ഈ പോരാട്ടം അടുത്ത വർഷത്തിന് മുമ്പൊന്നും അവസാനിക്കില്ല എന്നാണ്. ഇത് യുദ്ധത്തെ 6 വർഷം നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ദൈർഘ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ ഈ സംഘർഷം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. യുക്രൈനിലെ ചതുപ്പുകളിൽ നിന്നും തകർന്ന നഗരങ്ങളിൽ നിന്നും 10,000-കണക്കിന് കിലോമീറ്റർ അകലെ ആർട്ടിക് സമുദ്രത്തിന്റെ തണുത്തുറഞ്ഞ ഫ്രജോഡുകളിലും റഷ്യയുടെ തന്ത്രപ്രധാനമായ ആണവ താവളങ്ങളിലും മറ്റൊരു നിശബ്ദ യുദ്ധം നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും തങ്ങളുടെ സൈനിക ഭദ്രതയും സാമ്പത്തിക മുൻഗണനകളും നിലനിർത്തിക്കൊണ്ട് റഷ്യ നടത്തുന്ന പോരാട്ടം അതിശയിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. റഷ്യ തകരുമെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കുന്ന റഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ പടയോട്ടത്തിനാണ് ലോകമിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. തുടക്കത്തിൽ റഷ്യ വിഭാവനം ചെയ്ത മിന്നലാക്രമണ തന്ത്രങ്ങളിൽ നിന്ന് മാറി യുദ്ധം ഇന്ന് ഇരുപക്ഷവും ഒരേ മുന്നണിയിൽ നിലയുറപ്പിക്കുന്ന ഒരു കടുത്ത സംഘർഷമായി മാറിയിരിക്കുകയാണ്. ഇന്ന് യുക്രൈനിലെ ഡോൺബാസിലും ഖാർഗേവിലും കാണുന്ന കാഴ്ചകൾ ചരിത്രകാരന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്തെ യൂറോപ്യൻ ഭൂഗർഭ താവളങ്ങളെയാണ്. മൈലുകളോളം നീണ്ടുകിടക്കുന്ന ഡഗൌട്ടുകളും കോട്ടകെട്ടിയ പ്രതിരോധ നിലകളും ഇരു സൈന്യത്തെയും മാസങ്ങളോളം ഒരേ സ്ഥലത്ത് തളച്ചിടുന്നു. മുൻ ഫ്രഞ്ച് കേണലും സൈനിക ചരിത്രകാരനുമായ മൈക്കൽ ഗേയെ നിരീക്ഷിക്കുന്നത് പോലെ മുന്നണി മരവിക്കുമ്പോൾ ലോകം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ക്രൂരതയിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഈ രണ്ട് യുദ്ധങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ആധുനിക സാങ്കേതിക വിദ്യയിലാണ്. അന്ന് ടാങ്കുകളും വിമാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയതെങ്കിൽ ഇന്ന് യുക്രൈനിൽ ടാങ്കുകളുടെ പ്രസക്തിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് വായുവിൽ പറക്കുന്ന മാരക ഡ്രോണുകൾ യുദ്ധക്കളം കീഴടക്കുകയാണ്. ഡ്രോണുകളുടെ വ്യാപകമായ ഉപയോഗം കാരണം വലിയ സൈനിക നീക്കങ്ങൾ അസാധ്യമായിരിക്കുന്നു. ഒരു കാലത്ത് യുദ്ധഭൂമിയിലെ രാജാവായിരുന്ന ടാങ്കുകൾ ഇന്ന് ആകാശത്തു നിന്നുള്ള ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇരയായി തകരുന്നു. സൈനികർക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ കണ്ടെത്താൻ പ്രയാസമുള്ള ചെറിയ ഭൂഗർഭ ഷെൽട്ടറുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ കുഴിച്ചിറങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഈ സാങ്കേതിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പീരങ്കി ബലത്തിലും വ്യോമ പ്രതിരോധത്തിലും റഷ്യ മേധാവിത്വം നിലനിർത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധത്തിന്റെ കടിനിഴൽ റഷ്യയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാകുന്നത്. റഷ്യയിൽ നിന്ന് വടക്ക് ആർട്ടിക് സർക്കിളിന് മുകളിലുള്ള കോല ഉപദ്വീപിലെ ആൻഡ്രീവ ബേ സോവിയറ്റ് കാലഘട്ടത്തിലെ ആണവ അന്തർവാഹിനികളുടെ ഉയർന്ന റേഡിയോ ആക്റ്റീവ് ഇന്ധന നിക്ഷേപ കേന്ദ്രമാണ്. ഏതാണ്ട് 22,000 ആണവ ഇന്ധന അസംബ്ലികൾ സൂക്ഷിച്ചിരുന്ന ഈ പ്രദേശം ഒരു ചെറിയ പിഴവുണ്ടായാൽ പോലും വൻ ദുരന്തത്തിന് കാരണമായേക്കാവുന്ന ഒന്നു തന്നെയാണ്. 1982 ഇവിടെ ഉണ്ടായ ഒരു വിള്ളൽ കാരണം 6 ലക്ഷം ടൺ റേഡിയോ ആക്റ്റീവ് വെള്ളം ബാരൻസ് കടലിലേക്ക് ഒഴുക്കിയത് സോവിയറ്റ് യൂണിയൻ വർഷങ്ങളോളം ഒളിപ്പിച്ചു വെച്ചിരുന്നു. പിന്നീട് 2000ങ്ങളുടെ തുടക്കത്തിൽ നോർവേ അടക്കമുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ധനസഹായത്തോടെയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 4 വർഷം മുമ്പ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പദ്ധതിക്കുള്ള ഫണ്ടിങ് ഒറ്റ രാത്രി കൊണ്ട് നിർത്തിവെച്ചു. മുൻ സോവിയറ്റ് നാവിക ഉദ്യോഗസ്ഥനും പരിസ്ഥിതി പ്രവർത്തകനുമായ അലക്സാണ്ടർ നിക്കീറ്റിൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇപ്പോൾ പാശ്ചാത്യർക്ക് ആൻഡ്രീവ ബേയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. ബെലോണ പോലുള്ള പരിസ്ഥിതി സംഘടനകളെ റഷ്യ അഭികാമ്യമല്ലാത്ത പട്ടികയിൽപ്പെടുത്തി നിരോധിച്ചതോടെ ഇവൻ ആണവ മാലിന്യ കൂമ്പാരം കൈകാര്യം ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം റഷ്യൻ സ്റ്റേറ്റ് ആണവ ഏജൻസിയായ റൊസാറ്റത്തിന്റെ കൈകളിൽ മാത്രമായി ഒതുങ്ങി. പാശ്ചാത്യ രാജ്യങ്ങൾ ഫണ്ടിംഗ് പിൻവലിച്ചതോടെ ആൻഡ്രീവ ബേയിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമയപരിധി 2028 നിന്നും 2030കളിലേക്ക് നീട്ടാൻ റഷ്യ നിർബന്ധിതമായിരിക്കുകയാണ്. ഏറ്റവും തുരുമ്പിച്ചതും അപകടകരവുമായ ആണവ അവശിഷ്ടങ്ങളാണ് ഇനി നീക്കം ചെയ്യാനുള്ളത് എന്നതിനാൽ ദൗത്യം അതീവ സങ്കീർണമാണ്. എന്നാൽ ഇതിനർത്ഥം റഷ്യ സാങ്കേതികമായി പിന്നിലല്ല എന്നാണ്. മറിച്ച് യുദ്ധകാലത്തെ അവരുടെ സാമ്പത്തിക മുൻഗണനകൾ മറിഞ്ഞിരിക്കുന്നു എന്നാണ്. ആർട്ടിഡ സംഘടനയുടെ സഹസ്ഥാപകനായ ഇല്യ ഷുമാനോവ് വ്യക്തമാക്കുന്നത് പോലെ യുദ്ധസമയത്ത് പരിസ്ഥിതി പദ്ധതികൾക്കപ്പുറം സൈനിക ആവശ്യങ്ങൾക്കായാണ് റഷ്യ പണം ചെലവഴിക്കുന്നത്. ഇന്ന് റൊസാറ്റത്തിന്റെ അധികാരികൾ കേവലം ആണവോർജ്ജത്തിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വടക്കൻ കടൽപാതയുടെ വികസനം, തന്ത്രപ്രധാനമായ ധാതുക്കളുടെ ഖനനം, റഷ്യക്ക് പുറത്ത് ഏതാണ്ട് 20ഓളം പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം റൊസാറ്റം നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ കടുപ്പിക്കുമ്പോഴും ആണവ സാങ്കേതിക വിദ്യയിലും ആർട്ടിക് തന്ത്രങ്ങളിലും റഷ്യ ഇപ്പോഴും ലോകത്തിന്റെ നെറുകയിൽ തന്നെയാണ്. അയൽ രാജ്യമായ നോർവേക്ക് ആൻഡ്രീവ ബേയിലെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെങ്കിലും റഷ്യയുടെ ഇച്ഛാശക്തിയെയും സാങ്കേതിക തികവിനെയും പൂർണ്ണമായും തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ല.
റഷ്യ വിചാരിച്ചാൽ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ റഷ്യക്ക് സാധിക്കും. എന്നാൽ അതിനുള്ള വിഭവങ്ങൾ നിലവിൽ യുക്രൈനിലെ നാറ്റോ വിരുദ്ധ പോരാട്ടത്തിനാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. 1990കളിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പടിഞ്ഞാറൻ മാധ്യമങ്ങളും ചിന്തകരും നിരന്തരം പ്രവചിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് റഷ്യയുടെ അനിവാര്യമായ തകർച്ച. 2001 ദി അറ്റ്ലാന്റിക് മാസിക റഷ്യ അവസാനിച്ചു എന്ന കവർ സ്റ്റോറി എഴുതിയതു മുതൽ ഈ അടുത്ത കാലത്ത് റഷ്യയിൽ അട്ടിമറി ഉണ്ടാകുമെന്നും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്നുമുള്ള പ്രവചനങ്ങൾ വരെ നാം കണ്ടു. റഷ്യയിലെ അഴിമതി, ജനസംഖ്യാ നിരക്കിലെ കുറവ്, വംശീയമായ ഭിന്നതകൾ എന്നിവ ചൂണ്ടിക്കാട്ടി രാജ്യം പല കഷ്ണങ്ങളായി ചിതറിപ്പോകുമെന്നും പലരും പുസ്തകങ്ങളാക്കി മാറ്റി. എന്നാൽ ഓരോ തവണയും ഈ പ്രവചനങ്ങളെ റഷ്യ നിഷ്പ്രഭമാക്കി. ഉപരോധങ്ങൾ റഷ്യൻ വിപണിയെ തകർക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. യൂറോപ്പിലേക്കുള്ള എണ്ണവാതക കയറ്റുമതി തടഞ്ഞപ്പോൾ ഏഷ്യൻ വിപണിയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വലിയ തോതിൽ എണ്ണ തിരിച്ചുവിട്ടുകൊണ്ട് റഷ്യ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയതുപോലെ ആഗോള വിപണിയിലെ സമതുലിതാവസ്ഥ നിലനിർത്താൻ റഷ്യൻ എണ്ണ നിർണായക പങ്കുവഹിച്ചു. യുദ്ധം റഷ്യയെ സാമ്പത്തികമായി തളർത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ആഭ്യന്തര ഉൽപാദനവും സൈനിക വ്യവസായവും എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് ഉയരുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മാത്രം ആണവായുധങ്ങൾക്കായുള്ള ആഗോള ചെലവ് $119 ബില്യൺ ഉയർന്നപ്പോൾ റഷ്യ തങ്ങളുടെ ആണവ പ്രതിരോധം ശക്തിപ്പെടുത്താൻ $9.5 ബില്യൺ ചെലവഴിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒരു ഭീഷണിയായി ചിത്രീകരിച്ച് അന്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ തങ്ങളുടേതായ ഒരു പുതിയ ബഹുമുഖ ലോകക്രമം കെട്ടിപ്പടുക്കുകയാണ്. യുക്രൈനിലെ സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലാണെങ്കിലും റഷ്യയുടെ തന്ത്രപ്രധാന എണ്ണ ആസ്തികളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ കടിഞ്ഞാണുകൾക്കിടയിലും ആർട്ടിക്കിലെ കഠിനമായ ധ്രുവ ഭൂപ്രകൃതിയിലും യുക്രൈനിലെ ചെളി നിറഞ്ഞ യുദ്ധക്കളങ്ങളിലും റഷ്യ ഒരേപോലെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നു. പാശ്ചാത്യ ലോകം പ്രവചിച്ചതുപോലെ റഷ്യ തകരുകയല്ല, മറിച്ച് പുതിയ സഖ്യങ്ങളിലൂടെയും ശക്തമായ ആഭ്യന്തര നയങ്ങളിലൂടെയും കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ബാഹ്യസമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം റഷ്യ കൂടുതൽ ഐക്യത്തോടെയും ശക്തമായ പ്രതിരോധത്തോടെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഈ യുക്രൈൻ യുദ്ധവും ആർട്ടിക്കിലെ ആണവ തർക്കങ്ങളും തെളിയിക്കുന്നത് ഒന്ന് മാത്രമാണ്: റഷ്യയെ അത്ര എളുപ്പം തകർക്കാൻ ആർക്കും കഴിയില്ല. വരും ദശാബ്ദങ്ങളിലും ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ റഷ്യ എന്ന മഹാശക്തി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും.